ധർമ്മയുദ്ധത്തെക്കുറിച്ച് നാം ഒക്കെ കേട്ടിട്ടുണ്ട്. തീർച്ചയായും മഹാഭാരത യുദ്ധത്തെയാണ് നാം അർത്ഥമാക്കുന്നത്. 18 ദിവസം നീണ്ടുനിന്ന യുദ്ധമായിരുന്നു അത്. കുരുക്ഷേത്രമായ ധർമ്മക്ഷേത്രത്തിൽ നടന്ന യുദ്ധം, ധർമ്മവും അധർമ്മവും തമ്മിലുണ്ടായ യുദ്ധം, അധർമ്മത്തെ തോൽപ്പിച്ച് ധർമ്മം സ്ഥാപിക്കപ്പെട്ട യുദ്ധം, കൗരവരും പാണ്ഡവരും തമ്മിൽ നടത്തിയ യുദ്ധം. ലോകയുദ്ധങ്ങളിൽ നിന്നെല്ലാം ഭിന്നമായിരുന്നു ഭാരതയുദ്ധം. കാരണം അത് ധർമ്മയുദ്ധമായിരുന്നു. എന്താണ് ഈ ധർമ്മയുദ്ധം? കൊല്ലാനും കൊല്ലിക്കാനുമല്ല ധർമ്മയുദ്ധം, തോൽപ്പിക്കാനുള്ളതാണ്. ജയിക്കുക അല്ലെങ്കിൽ തോൽപ്പിക്കുക എന്നതിന് കൊല്ലുക എന്നർത്ഥമില്ല. മാനസിക ശേഷിയും കായിക ശേഷിയും ശക്തമായി ഉപയോഗിച്ച് എതിരാളിയുടെ സർവ്വവിധ നേട്ടങ്ങൾക്കും വിരാമമിടുക എന്നേ അതിനർത്ഥമുള്ളൂ. ധർമ്മയുദ്ധത്തിന് വ്യവസ്ഥാപിതമായ നിയമങ്ങളുണ്ട്. അത് കൃത്യമായി പാലിച്ചുകൊണ്ടേ യുദ്ധം പാടുള്ളൂ. ആയുധം കൈവശമില്ലാത്തവനോട് ആയുധധാരി ആയവൻ യുദ്ധം ചെയ്യുന്നത് നിഷിദ്ധമാണ്. യുദ്ധം ചെയ്ത് ക്ഷീണിച്ചവനെ വിശ്രമിക്കാൻ അനുവദിക്കണം. അർജുനൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആയുധം കയ്യിൽ നിന്ന് വീണുപോയവനെ ഉപദ്രവിക്കരുത്. ഭീരുത്വം കൊണ്ടോ മറ്റു ദുർബലാവസ്ഥകൾ കൊണ്ടോ ആണ് ഇത് സംഭവിക്കുന്നത്. അത് പരിഗണിച്ചു വേണം യുദ്ധം ചെയ്യാൻ. പരസ്പര തുല്യത, അതായത് സമശീർഷത ഉള്ളവർ തമ്മിൽ മാത്രമേ എതിരാളികളാകാവൂ, യുദ്ധം ചെയ്യാവൂ. അല്ലെങ്കിൽ എതിരാളികളാവുകയില്ല. അവരുമായി യുദ്ധം ഒരിക്കലും പാടില്ല എന്ന് ആണ് അനുശാസനം. എതിരാളി ഏത് ആയുധമാണോ ഉപയോഗിക്കുന്നത് അതേ ആയുധം തന്നെ ഉപയോഗിച്ച് വേണം യുദ്ധം ചെയ്യാൻ. ആനയും ആനയും തമ്മിലും കുതിരയും കുതിരയും തമ്മിലും കാലാളും കാലാളും തമ്മിലാണ് യുദ്ധം ചെയ്യുക. വീണ് കിടക്കുന്നവനെ വെറുതെ വിടണം. എതിരാളിയുടെ പിൻഭാഗത്ത് ആയുധപ്രഹാരം ഒരിക്കലും പാടില്ല. ദുർബലനോ ഭീരുവോ ആയിരിക്കുമല്ലോ അയാൾ, അവരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ്. ആയുധം വച്ച് കീഴടങ്ങുന്നവന് ദയാപൂർവം അഭയം കൊടുക്കണം. ഇവയൊക്കെയും പാലിക്കുന്നതാണ് യഥാർത്ഥ ധർമ്മയുദ്ധം. എന്നാൽ ഇതെല്ലാ നിലയിലും മഹാഭാരത യുദ്ധത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എങ്കിലും ധർമ്മയുദ്ധം എന്ന ആശയം ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്.